ഞാൻ പറയുന്നത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കോടതി കൊടുത്തല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് എന്താണോ നടപടി ഞങ്ങൾ എടുക്കും. തർക്കമൊന്നുമില്ല. ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം നടന്നതിന്റെ ഭാഗമായി ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് ഉന്നതനായാലും ഒരു കാരണവശാലും ബോർഡ് സംരക്ഷിക്കില്ല, ഈ സർക്കാരും സംരക്ഷിക്കില്ല. ഇന്നലെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യം SP പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ നടപടിയിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ബോർഡിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാവും. അതെനിക്കറിയില്ല. കാരണം ഇതിനകത്ത് ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാമല്ലോ. അയാളാണല്ലോ നിങ്ങളുമായിട്ട് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സാധനങ്ങളില്ലാന്ന് നിങ്ങളോടാണ് അത് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഉണ്ടോ ഇല്ലെന്നൊക്കെ. പിന്നെ ഉണ്ടോ ഇല്ലെന്നൊക്കെ കൃത്യമായി വരുമല്ലോ. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയതാരാ? അയാളല്ലേ. ഇപ്പൊ അയാളിലെ കുഴി വീണിരിക്കുന്നത്. ഞങ്ങൾ ആത്മവിശ്വാസത്തിന് പറയുകയാണ്. ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അയാള് ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ലെന്ന് തന്നെയല്ലേ ബോധ്യപ്പെട്ടത്. നിങ്ങളാരും അല്ലല്ലോ തെളിയിച്ചത്. ഞങ്ങളുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അല്ലേ അത് അന്വേഷിച്ച് തെളിയിച്ചത്. അത് പ്രദേശത്തോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾ അതാണ് പറയുന്നത്. എന്തിനാണ് വിരുദ്ധ? വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻ ഭരണസമിതിയോ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവരുടെ പ്രശ്നം. നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കിട്ടിയാലല്ലേ അവർക്ക് അത്ര ഹാപ്പിയുള്ളൂ.